നമസ്കാരം, ഞാൻ ഡോക്ടർ നസ്ല, CMO നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. തൈറോയിഡ് ഉള്ള രോഗികൾ, പലപ്പോഴും ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആളുകൾ വെയിറ്റ് കുറയാതിരിക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് കാണാറുണ്ട്. അവർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും ചിലപ്പോഴൊക്കെ TSHന്റെ ലെവൽ നോർമൽ ആണെങ്കിൽ പോലും അവരുടെ ശരീരത്തിലുള്ള വെയിറ്റ് ഒട്ടും കുറയാതിരിക്കുക, മെറ്റബോളിസം എപ്പോഴും ലോ ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ചില ആളുകളിൽ പ്രോപ്പറായിട്ട് മെഡിസിൻ എടുത്താൽ പോലും തൈറോയിഡിന്റെ ലെവൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, TSHന്റെ ലെവൽ മാറിക്കൊണ്ടിരിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നും അതെങ്ങനെയാണ് നമുക്ക് നാച്ചുറലി അത് മാറ്റിക്കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഹൈപ്പോതൈറോയിഡിസം എന്നുള്ളത് പേര് പോലെ തന്നെ തൈറോയിഡ് ഹോർമോണിന്റെ കുറവാണ് ഉള്ളത്. അപ്പോൾ അത് TSH ഹോർമോൺ കൂടിയിട്ടും T3 T4 എന്ന് പറയുന്ന ഹോർമോൺ കുറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ കണ്ടേക്കാം. ചില ആളുകൾ ഹഷിമോട്ടോ പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള കണ്ടീഷൻസും കണ്ടുവന്നേക്കാം. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ഈ തൈറോയിഡ് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറേ കാലയളവിൽ ഇങ്ങനെ തൈറോയിഡിൽ മെഡിക്കേഷൻസ് എടുത്തിട്ട് മാറുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ ലൈഫ് സ്റ്റൈലിൽ ഇത്രയും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി കുറച്ച് മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഈ പറയുന്ന തരത്തിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം നമ്മൾ പലപ്പോഴും കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഡൈജസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ മെറ്റബോളിസം ശരീരത്തിൽ കറക്റ്റ് നടക്കാത്തത് കൊണ്ടാണ് നമ്മൾ വെയിറ്റ് കുറയാത്തത്. അപ്പോൾ ആ വെയിറ്റ് കുറയുന്ന തരത്തിൽ എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം ക്രമീകരിക്കേണ്ടതെന്നും എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് അതിൽ ആഡ് ചെയ്യേണ്ടത് നോക്കിയിട്ട് ചെയ്യണം. അല്ലാതെ എല്ലാവരും കഴിക്കുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് കുറയുമില്ല, അതുപോലെ തന്നെ തൈറോയ്ഡ് ഹോർമോൺ ബാലൻസ് ആവുകയില്ല. അപ്പോൾ അത് ബാലൻസ് ആവാനും വെയിറ്റ് കുറയാനും ആരോഗ്യ പ്രശ്നങ്ങൾ, അത് മൂഡ് സ്വിങ്സ് ആവട്ടെ, വെയിറ്റിൻ്റെത് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഭയങ്കര പെയിൻ ആയിരിക്കും. കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുന്നതാണ് വേദന പോലെയുള്ളത്, നീർക്കെട്ട് പോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവുക, ഇപ്പം ഹെയർ ലോസ് ഉണ്ടാവുക, സ്കിൻ റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാവാം, മുട്ടുവേദന, കാലുവേദന തുടങ്ങിയവയൊക്കെ വണ്ണം കൂടുന്നത് കൊണ്ട് ഉണ്ടാവുക എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈ തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ A to Z ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ തൈറോയിഡ് ഹോർമോൺ ബാലൻസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഫങ്ഷൻസിനെ നോർമലാക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ പറയുന്ന തരത്തിൽ നിങ്ങൾ മാക്സിമം ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. അതിൽ ആദ്യം എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് ഫുഡുകൾ ആദ്യം പറഞ്ഞുതരാം. അതിലൊന്നെന്ന് പറയുന്നത് നമ്മൾ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഷുഗർ നമ്മുടെ ശരീരത്തിൽ കൂട്ടുന്ന തരത്തിൽ പഞ്ചസാര പോലെയുള്ളത്, അത് ഷുഗറി ഐറ്റംസ്, അതുപോലെ വെളുത്ത അരിൻ്റെ അളവൊക്കെ കുറച്ചുകൊണ്ട് വരികയാണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നതാണ്. ഗ്ലൂട്ടൻ അടങ്ങിയത് കൂടുതൽ ധാന്യങ്ങൾ, ചെറിയ ധാന്യങ്ങൾ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാം. പല തരത്തിലുള്ള ഫുഡുകൾ, ചിലപ്പോൾ ഓട്സ് ആണെങ്കിൽ പോലും ചില ഓട്സുകൾ ഗ്ലൂട്ടൻ ഉള്ളതുണ്ടാകും, അപ്പോൾ അത് ഒഴിവാക്കണം. ഗോതമ്പിലാണെങ്കിൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട്. പല ആളുകളും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് റൈസിന് പകരം ചപ്പാത്തി കഴിക്കും. നമ്മൾ അരി കഴിക്കുന്ന പകരം ഗോതമ്പ് മാറ്റിയിട്ട് കഴിക്കും. പക്ഷേ നമ്മൾ തൈറോയ്ഡ് പേഷ്യൻസിന് ചപ്പാത്തി കഴിക്കുന്ന സമയത്ത് നമ്മൾ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അത് തൈറോയ്ഡ് ഹോർമോണിനെ ബാലൻസിനെ തകരാറിലാക്കുകയും നമ്മൾ വെയിറ്റ് കുറയാതിരിക്കുകയും തൈറോയ്ഡ് ഹോർമോൺ വീണ്ടും കുറയാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പം മാക്സിമം ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. അതിന് പകരം ബ്രൗൺ റൈസ് ആണ് കഴിക്കേണ്ടത്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മിൽക്ക്, പാല് കഴിക്കുന്നത് ഒഴിവാക്കുകയാണ് വേണ്ടത്. പാല് പലപ്പോഴും നമ്മൾക്ക് തൈറോയ്ഡ് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കും. പാലിന് പകരമായിട്ട് ഒന്നെങ്കിൽ ബദാം മിൽക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ കഴിക്കാം. അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. പിന്നെ പാല് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും തൈരോ അല്ലെങ്കിൽ യോഗേർട്ട് പോലെയുള്ളത് ശരീരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. അപ്പോൾ സംഭാരം അല്ലെങ്കിൽ നമുക്ക് തൈര്, മോര് തുടങ്ങിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും, മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും തൈറോയ്ഡ് ഹോർമോണിന്റെ ബാലൻസ് റെഗുലേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ മറ്റൊന്ന് പറയുന്നത് ഗോയിട്രോജൻസ് ആണ്. ഗോയിട്രോജൻസ് എന്ന് പറയുന്നത് നമ്മൾ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആണ്. ബ്രക്കോളി, ക്യാബേജ് തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ്. അത് നമ്മൾ സാലഡ് ആക്കി കഴിക്കുമ്പോഴാണ് അത് കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. പക്ഷെ അത് വേവിച്ച് കഴിക്കുകയാണെങ്കിൽ അതിന്റെ ആ ഒരു ഗോയിട്രോജനിക് എഫക്റ്റ് കുറഞ്ഞിട്ട് വരും. അത് കഴിക്കുന്നത് വല്ലപ്പോഴും മാത്രം കഴിക്കുക, കൂടുതലായിട്ട് കഴിക്കരുത്. കഴിക്കുകയാണെങ്കിൽ വേവിച്ചിട്ട് മാത്രം കഴിക്കുക. മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു എഫക്റ്റ് കുറയാനും നമ്മുടെ ബോഡിയിലുള്ള മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. കാരണം മെറ്റബോളിസം കൂടിയാൽ മാത്രമേ കഴിക്കുന്ന എന്ത് ഫുഡുകളാണെങ്കിലും അത് ബ്രേക്ക് ഡൗൺ ചെയ്യാനും നമ്മുടെ ബോഡിയിലെ ഫാറ്റും കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുള്ളൂ. ഇല്ലെങ്കിൽ പല ആളുകളും വിശപ്പുണ്ടാവില്ല, എന്ത് കഴിച്ചാലും അത് ഫാറ്റായിട്ട് വരുന്നു, ഞാൻ വെള്ളം കുടിച്ചാൽ പോലും തടിക്കുന്നു എന്നുള്ള പല പ്രശ്നങ്ങളും പറയാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ അത് ഫോളോ ചെയ്യാം. മൂന്നാമത് ഒഴിവാക്കേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് സോയ് പ്രൊഡക്റ്റുകളാണ്. സോയ് പ്രൊഡക്റ്റുകൾ, സോയാബീൻ ഉള്ളത്, സോയാ സോസുകളാവട്ടെ, സോയാബീൻ പ്രൊഡക്റ്റുകളാവട്ടെ, എന്ത് കഴിക്കുകയാണെങ്കിലും നമ്മൾക്ക് അത് തൈറോയ്ഡ് ഹോർമോണിനെ ഇംബാലൻസ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അതുപോലെ മധുര പലഹാരങ്ങൾ മാക്സിമം ഒഴിവാക്കാണ് വേണ്ടത്. ഇനി നമ്മൾ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അത് നമ്മൾ ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആളുകൾ, ഹഷിമോട്ടോ ഓട്ടോ ഇമ്മ്യൂൺ ഉള്ള ആളുകളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതേപോലെ നിങ്ങൾ മറക്കാത്തൊരു കാര്യം കൂടെ ചെയ്യണം, ഇടയ്ക്കെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ടെസ്റ്റ് ചെയ്ത് നോക്കുക തൈറോയ്ഡ് ഡിസീസ് ഉള്ള ആളുകൾ. എന്ന് വെച്ചാൽ ആന്റി-TPO പോലെയുള്ള ടെസ്റ്റ് ചെയ്യാന്നുള്ളത്. കാരണം നമുക്ക് ഹഷിമോട്ടോ ആണോ, എന്താണ് ഒബ്സ്ട്രക്ഷൻ നമ്മുടെ ബോഡിയിൽ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമായിരിക്കും. പിന്നെ നെക്സ്റ്റ് പറയുന്നത് നമ്മൾ എന്തൊക്കെയാണ് കഴിക്കേണ്ട ന്യൂട്രിയൻസ് എന്നുള്ളത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നതാണ് അയഡിൻ.
അയഡിൻ എന്ന് പറയുന്നത് നമ്മൾ തൈറോയിഡ് ഉണ്ടാക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ന്യൂട്രിയൻ്റ് ആണ്. അപ്പോൾ അത് പലപ്പോഴും അയോഡൈസ് സാൾട്ട് നിന്ന് കിട്ടിയേക്കാം. പിന്നെ നമുക്ക് ഡയറി പ്രൊഡക്റ്റ് ആണ്, അപ്പോൾ മിൽക്ക് പ്രൊഡക്റ്റുകൾ. അപ്പോൾ മിൽക്ക് നല്ലതല്ലാത്തതുകൊണ്ട് മിൽക്ക് പ്രൊഡക്റ്റുകൾ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ മിൽക്ക് പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് തൈര് കഴിക്കാം, അല്ലെങ്കിൽ യോഗേർട്ട് കഴിക്കുകയാണെങ്കിലൊക്കെ ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. അതുപോലെ തന്നെ ഫിഷ് കഴിക്കുകയാണ്, ചെറിയ മത്സ്യങ്ങൾ കഴിക്കുകയാണ് വേണ്ടത്. ചെറിയ മത്സ്യങ്ങൾ കറിയിലിട്ടത് ധാരാളം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അയഡിൻ കൂടിയാൽ മാത്രമേ തൈറോയിഡ് ഹോർമോണിൻ്റെ ബാലൻസ് ഉണ്ടാവും. അയഡിനാണ് തൈറോയിഡ് ഹോർമോൺ ഉണ്ടാക്കാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ അയഡിൻ കൂട്ടിയാൽ തൈറോയിഡ് ഹോർമോൺ കൂടും. തൈറോയിഡ് ഹോർമോൺ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ മെറ്റബോളിസം വർദ്ധിക്കും, നമ്മളെ ബോഡി ഫാറ്റ് കുറയും, ഓവറോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കുറഞ്ഞിട്ട് വരും. രണ്ടാമത്തേന്ന് പറയുന്നത് സെലീനിയാണ്. സെലീനി എന്ന് പറയുന്നത് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന് അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോണിനൊക്കെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ബ്രസീൽ നട്ട്, സൺഫ്ലവർ സീഡ്സ്, അതുപോലെ തന്നെ കോഴിമുട്ട, കൂടുതലായിട്ട് മഷ്റൂമിൽ, അതുപോലെ ചെറിയ മത്സ്യങ്ങളിലൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അളവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ തൈറോയിഡിനുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പല ആളുകൾക്കും ഇതിൻ്റെ ബെനിഫിറ്റ് അറിയാത്തതുകൊണ്ട് പല ആളുകൾ കഴിക്കാറില്ല. മൂന്നാമത്തെന്ന് പറയുന്നത് സിങ്ക് ആണ്. സിങ്ക് തൈറോയിഡിൻ്റെ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ന്യൂട്രിയൻസ് ആണ്. സിങ്കിൻ്റെ ഡെഫിഷ്യൻസി ഉള്ള പല ആളുകളിലും തൈറോയിഡ് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകും. തൈറോയിഡ് ഹോർമോൺ എപ്പോഴും കുറഞ്ഞിരിക്കും. വെയിറ്റ് കുറയാത്ത പല ആളുകൾക്കും ആ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. ചില ഗർഭിണികളിലൊക്കെ പ്രസവത്തിന് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ സിങ്കിൻ്റെ ഡെഫിഷ്യൻസി കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സിങ്ക് സപ്ലിമെന്റ് കൊടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുന്നതിലൂടെ ഹോർമോൺ നോർമൽ ആവാനും അത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ സിങ്ക് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാ നോക്കുകയാണെങ്കിൽ മീറ്റാണ്, ഇറച്ചിയിലാണ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ നട്ട്സിൽ പലതരത്തിലെ നട്ട്സ് കഴിക്കുന്നത്, അതുപോലെ സീഡ്സ് കഴിക്കുന്നത്, ചിക്ക് പീസ് കഴിക്കുന്നതൊക്കെ അതിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു സിങ്ക് അടങ്ങിയിരിക്കുന്നത്. ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടും. മറ്റൊന്നെന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂൺ റെസ്പോൺസ് കുറയും, നമ്മുടെ തൈറോയിഡിൻ്റെ മെറ്റബോളിസം അല്ലെങ്കിൽ ഇമ്മ്യൂൺ ഹെൽത്ത് പ്രോപ്പറാക്കാൻ സഹായിക്കില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ടുള്ള വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റുകൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് സൂര്യപ്രകാശം ഒന്നും കൊള്ളുന്നില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറഞ്ഞേക്കാം. അപ്പോൾ ഉച്ച സമയത്തുള്ള വെയിലാണ് നമ്മൾ എപ്പോഴും കൊള്ളേണ്ടത്. അത് കൊള്ളുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സൺബേൺ അടിച്ചേക്കാം. അതുപോലെ തന്നെ ചില ആളുകൾ വെജിറ്റേറിയൻ ആയിരിക്കും. നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നതിലൂടെ, ഫാറ്റി ഫുഡ്, മത്സ്യങ്ങൾ കഴിക്കുക, ഇറച്ചി മീനും കഴിക്കുന്നതിലാണ് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത്. അപ്പോൾ അത് കഴിക്കുന്നതിൽ പ്രോപ്പർ അല്ല എങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറഞ്ഞേക്കാം. അപ്പോൾ അതിന് പകരം നമ്മൾക്ക് എന്താ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട വൈറ്റമിൻ ഡിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കിയിട്ട് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻ്റ് എടുക്കുക എന്നുള്ളതാണ്. മറ്റൊന്നാണ് ഒമേഗ-3 ഫാറ്റി ആസിഡ്സ്. അത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ ഫംഗ്ഷനെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് നമുക്കറിയുന്നതാണ്. സപ്ലിമെൻ്റ് ആയിട്ട് നമ്മൾ പലരും എടുക്കാറുണ്ട്, മീൻ ഗുളികകളായിട്ട്. അതല്ല എങ്കിൽ നമ്മൾ ചെറിയ മത്സ്യങ്ങൾ കഴിക്കുക, ചിയ സീഡ്സ് കഴിക്കുക, വാൽനട്ട് കഴിക്കുക. നമ്മൾ നട്ട്സ് കഴിക്കുന്നത് വാൽനട്ടിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇതൊക്കെ കഴിച്ചാൽ തന്നെ നമുക്ക് ഒമേഗ-3ൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതും നമ്മൾ ഡെയിലി കഴിക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒമേഗ-3 ബാലൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ തൈറോയിഡ് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകുന്നത് കുറയ്ക്കാനും നമുക്ക് വെയിറ്റ് കുറയ്ക്കാനൊക്കെ സാധിക്കും. ഇനി അടുത്തൊരു ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നതാണ് മെഗ്നീഷ്യം. ഇത് നമ്മുടെ തൈറോയിഡ് പ്രൊഡക്ഷൻ്റെ കൺവേർഷന് സഹായിക്കുന്നതും എനർജി പ്രൊഡക്ഷന് സഹായിക്കുന്നതുമായിട്ടുള്ളതാണ് മെഗ്നീഷ്യം. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള പെയിൻ കുറയ്ക്കാൻ വേണ്ടി, നീർക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പെയിൻ കുറയ്ക്കാൻ, ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അത് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനാണെങ്കിലും നമ്മുടെ ഹാർട്ട് ഹെൽത്തിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മെഗ്നീഷ്യം. മെഗ്നീഷ്യം സപ്ലിമെൻറ്റുകൾ വേണോ അല്ലെങ്കിൽ മെഡിക്കേഷൻസ് വേണോ എന്നുള്ളത് നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം എടുക്കുന്നതാണ് നല്ലത്. ഭക്ഷണത്തിലുള്ളത് നമുക്ക് നോർമലായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതും മതിയായില്ലെങ്കിൽ മാത്രം നമ്മൾ സപ്ലിമെൻറ്റേഷൻ ആയിട്ട് എടുക്കാം. ഇത് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ ഒന്ന് അവക്കാഡോ ആണ്. അതുപോലെ തന്നെ പഴം കഴിക്കുന്നതിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബനാനയിലും കൂടുതലായിട്ട് മെഗ്നീഷ്യം കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ പീരീഡ് പെയിൻ കുറയ്ക്കാനൊക്കെ പഴം കഴിക്കാൻ വേണ്ടിയിട്ട് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ മെഗ്നീഷ്യം കണ്ടന്റ് അടങ്ങിയതുകൊണ്ടാണ്. അതുപോലെ അവക്കാഡോ കഴിക്കാൻ വേണ്ടിയിട്ട് പറയും. അതുപോലെ തന്നെ ആൽമണ്ട് കഴിക്കുകയാണെങ്കിൽ, അതുപോലെ നട്ട്സിൽ കൂടുതലായിട്ട് മെഗ്നീഷ്യം കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെയുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ആ വെജിറ്റബിൾസ് കഴിക്കുന്ന സമയത്താണെങ്കിലും ലീഫി ഇലക്കറികൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മെഗ്നീഷ്യം കിട്ടും. നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് കുറയ്ക്കാനും പ്രോപ്പർ ആയിട്ടുള്ള തൈറോയിഡ് കൺവേർഷൻ ഉണ്ടാവാനും നോർമലായിട്ടുള്ള ഒരു റെഗുലേഷന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ഇനി അവസാനത്തെ ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ആണ്. വൈറ്റമിൻ ബിയുടെ കോംപ്ലക്സുകൾ, അതിൽ മെയിനായിട്ടും വൈറ്റമിൻ B12 B6 ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അത് കൂടുതലായിട്ട് നമ്മുടെ നെർവ് കൺട്രോളിന്, നെർവിൻ്റെ ഫംഗ്ഷനിങ്ങിനും എനർജി പ്രൊഡക്ഷൻ
പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ ഓവറോൾ ഇമ്മ്യൂണിറ്റി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈറോയിഡിൻ്റെ ഹോർമോൺ റെഗുലേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണതാണ്. അപ്പോൾ അത് നമുക്ക് ശരീരത്തിലുണ്ടെങ്കിൽ നമ്മുടെ ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്ന സമയത്ത് നമ്മൾക്ക് മെറ്റബോളിസം ഇമ്പ്രൂവ് ആവും, നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൂടുതലായിട്ടും ഇറച്ചി, മീൻ തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണ് വേണ്ടത്. അതുപോലെ തവിടുള്ള ധാന്യങ്ങൾ കഴിക്കുന്നതും നമുക്ക് ബിയുടെ കോംപ്ലക്സുകൾ കൂടാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇത് നമ്മൾ ഭക്ഷണത്തിലൂടെ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, നിങ്ങൾ പ്രോപ്പറായിട്ട് ഇതേ രീതിയിൽ ഡയറ്റ് ഫോളോ ചെയ്തിട്ടും ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ വെയിറ്റ് ഒന്നും കുറയുന്നില്ല, തൈറോയ്ഡ് റെഗുലേഷൻ ഇല്ല എങ്കിൽ ഇത് സപ്ലിമെൻറ്റേഷൻസ് ആയിട്ട് എടുക്കേണ്ടതാണ്. അപ്പം അങ്ങനെ എടുക്കേണ്ടത് നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കുക. ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഏത് ലെവലിലാണ് തൈറോയ്ഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട സപ്ലിമെൻറ്റേഷൻസ് തരുക എന്നുള്ളതാണ്. സപ്ലിമെൻറ്റേഷൻസ് തരും, പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡയറ്റ് തരും, ഡയറ്റിൻ്റെ കൂടെ ഡയറ്റീഷ്യൻ്റെ ഫോളോ അപ്പും കൂടെ കൊടുക്കുക എന്നുള്ളതാണ്. കറക്റ്റ് നിങ്ങൾ ഡെയിലി എന്ത് കഴിക്കണം, ഏത് തരത്തിലാണ് കഴിക്കേണ്ടത് എന്നുള്ള ഡയറ്റീഷ്യൻസിൻ്റെ ഒരു അസിസ്റ്റൻസ് കൊടുത്തിട്ട് നമ്മളൊരു 3 മുതൽ 6 മാസത്തിനുള്ളിൽ പ്രോപ്പറായിട്ടുള്ള വെയിറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിലേക്ക് അവരുടെ ഒരു തൈറോയ്ഡ് ഹോർമോൺ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിന് വേണമെങ്കിൽ മാത്രം മെഡിക്കേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺ ബാലൻസിന് വേണ്ടിയിട്ടും ഒരു വെയിറ്റ് നോർമലാക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. സോ ഈ രീതിയിൽ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.